മധുരയിലെ ഭക്ഷണവിശേഷങ്ങൾ തേടിയുള്ള എൻ്റെ യാത്ര ഇന്ന് വന്ന് നിൽക്കുന്നത് മധുരയിലെ യാനക്കലുള്ള ഇന്ത്യൻ ഇടിയപ്പ കോർണറിലാണ്. ഇടിയപ്പം കൊണ്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഐറ്റംസ് ആണ് ഈ കടയിലെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. മധുരയിൽ പോയാൽ എന്തൊക്കെ ആഹാരം കഴിക്കാമെന്ന് അന്വേഷിച്ചതിൽ കിട്ടിയ ഒരു കടയാണ് ഇന്ത്യൻ ഇടിയപ്പ കോർണർ. അവിടുത്തെ ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൊത്തിടിയപ്പം. കൊത്തു പൊറോട്ട എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനും കൊത്തി ഇടിയപ്പം എന്ന് കേൾക്കുന്നത്. സവോളയും ഓയിലും അതുപോലെ തന്നെ പെപ്പറും അതൊക്കെ ഇട്ട് മുട്ടയൊക്കെ കലക്കി ഒഴിച്ചതിന് ശേഷം അതിന് മുകളിലോട്ട് ഇടിയപ്പവും പിന്നെ ഈ പൊരിച്ച ചിക്കനൊക്കെ ഇട്ടിട്ട് ഗ്രേവിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് കൊത്തിയെടുക്കുന്ന ഒരു ഡിഷാണ് ഇത്. ചിക്കൻ കൊത്തിടിയപ്പമായിട്ടും മുട്ട കൊത്തിടിയപ്പമായിട്ടും ബോട്ടി കൊത്തിടിയപ്പമായിട്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി കൊത്തിടിയപ്പത്തിലും ഇത് ലഭിക്കുന്നതാണ്. അതിന് പുറമെ തന്നെ അല്ലാതെയും ഇടിയപ്പത്തിന്റെ കൂടെ ഒരുപാട് കോമ്പിനേഷൻസ് ഇവരിവിടെ കൊടുക്കുന്നുണ്ട്. മധുരയിൽ എന്നല്ല തമിഴ്നാട്ടിലേക്ക് ഞാൻ സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് ഒരുപാട് ഡിഷസുകൾ നമ്മുടെ തമിഴ്നാട്ടിലെ ഹോട്ടലുകളിൽ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചിക്കൻ കൊത്തിടിയപ്പവും അതുപോലെ തന്നെ ഒരു മുട്ട കലക്കിയും അതുപോലെ ബോട്ടി കൊത്തിടിയപ്പവും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു സാലന കിട്ടും, അതും കൂടെ ഒഴിച്ച് ഞാൻ കഴിച്ചു നോക്കി. സംഭവം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് തന്നെയായിരുന്നു. ഈ മുട്ട കലക്കി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഓംലെറ്റ് ആണ്, അതിൻ്റെ പുറത്തായിട്ട് ഗ്രേവി ചിക്കൻ്റെയോ മട്ടൻ്റെയോ ഒക്കെ ഗ്രേവി ഒഴിച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. പിന്നെ മധുരയിലെ ഫേമസ് ബൺ പൊറോട്ട. ബൺ പൊറോട്ട കിട്ടാത്ത ഒരു കടയും മധുരയിൽ ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ കയറുന്നിടത്തെല്ലാം ഈ ഒരു ബൺ പൊറോട്ട ഭയങ്കരമായിട്ട് അവിടെ അടിച്ചുണ്ടാക്കുന്നത് കാണാൻ പറ്റും. അത് മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മൾ കറിദോശയും കൂടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശയിൽ കറിയൊക്കെ ഒഴിച്ച്, അതായത് ചിക്കൻ്റെ കറിയൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കിടിലൻ സാധനമാണ്. പിന്നെ നമ്മൾ ആട്ടുകാൽ പായയും ഇടിയപ്പവും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും കഴിക്കണമെന്ന് അറിഞ്ഞ ഒരു സാധനം കൂടെയാണ് ഈ ഒരു ഇടിയപ്പവും ആട്ടുകാൽ പായയുടെ കറിയും. അങ്ങനെ നമ്മൾ അവസാനമായിട്ട് 3 ഇടിയപ്പം വാങ്ങിച്ചു. അതിന് മുകളിലായിട്ട് ആ ഒരു ആട്ടുകാൽ പായയുടെ ഗ്രേവിയും കൂടെ ഒഴിച്ചൊന്ന് കഴിച്ചു നോക്കിയേ. സംഭവം അഷാറ് ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കഴിച്ച ഐറ്റംസിൽ നിന്നൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഇടിയപ്പവും ആട്ടുകാൽ പായാണെന്ന് ഞാൻ പറയും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ആ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് കാരണം ഞങ്ങൾ 2ാമതും 3ാമതും ഒക്കെ ഇടിയപ്പവും ഗ്രേവിയും ആ ഒരു ആട്ടുകാൽ പായൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉണ്ടാക്കുന്നതാണ് കറിദോശ. അതായത് ദോശമാവ് ഒഴിച്ചിട്ട് അതിന് മുകളിലായിട്ട് ചിക്കൻ്റെയോ ബീഫിൻ്റെയോ മട്ടൻ്റെയോ ഒക്കെ കറി ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ്. ഇതും മധുരയിൽ ഭയങ്കര ഫേമസ് ആണ്. ഇതിന് മുമ്പ് നമ്മൾ വേറൊരു കടയിൽ നിന്നും കറിദോശ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടത്തേക്കാൾ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഇവിടുത്തെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് വന്ന ബില്ല് 584 രൂപയാണ്. ചിക്കൻ കൊത്തിടിയപ്പം 130, കുടലിടിയപ്പം 150, പിന്നെ വടിയൽ എന്ന് പറഞ്ഞ സാധനമാണ്, അതാണ് മറ്റേ മുട്ട കലക്കി എന്ന് പറഞ്ഞാൽ, അത് 25, ചിക്കൻ കറിദോശ 130, ആട്ടുകാൽ പായ 110. അപ്പോൾ നിങ്ങൾ ഇനി മധുരയിലോട്ട് പോവുകയാണെങ്കിൽ യാനക്കലുള്ള ഇന്ത്യൻ ഇടിയപ്പ കോർണർ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. മധുരയിലെ കൂടുതൽ നല്ല നല്ല ഫുഡ് സ്പോട്ടുകളുടെ വീഡിയോസ് കാണാനായി എൻ്റെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തിട്ടോ.